നെക്സ്റ്റ് ചാപ്റ്റർ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ഇനി പറയാൻ പോകുന്നത് എ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻസ്. എന്താണ് പറയുന്നത്? ലീനിയർ ഇക്വേഷൻസ്. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തുകൂടി ആയിരിക്കണം? ലീനിയർ കൂടി ആയിരിക്കണം. അങ്ങനെയുള്ള കുറേ ഇക്വേഷൻ്റെ ഒരു സിസ്റ്റംസിനെ കുറിച്ചിട്ട് അവയുടെ കുറേ തിയറംസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് എന്താണ് സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മൾ ജനറലി ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇതാണ് പറയുന്നത് എ ജനറൽ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. എത്ര വേരിയബിൾ ഉണ്ട്? n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഹാസ് ഓഫ് ദ ഫോം എന്താ പറയുന്നത്? x1 ഡാഷ് ഇസ് ഈക്വൽ ടു f1 ഓഫ് t x1 x2 etc up to xn and x2 dash is equal to f2 of t x1 x2 etc up to xn and xn dash is equal to fn t x1 x2 etc up to xn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഉണ്ട് അല്ലേ. n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണ്? x1 x2 എക്സെട്ര അപ് ടു x എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഏതാണ്? t ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് x1 ഡാഷ് ഈസ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് t x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറയുന്ന ഫോമിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി ഇത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, എ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് എന്തിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്? ലീനിയർ ഇക്വേഷൻസ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ലീനിയർ ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, അതായത് ഇതാണല്ലോ നമുക്ക് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ലീനിയർ സിസ്റ്റം ആണ് എന്ന് പറയണമെങ്കിൽ ഈച്ച് ഓഫ് ദ ഫങ്ഷൻസ് f1 f2 എക്സെട്ര അപ് ടു fn ഈസ് ലീനിയർ ഫങ്ഷൻസ് ഓഫ് ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ x1 x2 എക്സെട്ര അപ് ടു xn ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്നത് സെറ്റ് ടു ബി ലീനിയർ ആയിരിക്കും. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ലീനിയർ. അങ്ങനെയാണെങ്കിൽ അതിന് നമുക്ക് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാൻ പറ്റും? നോൺ ലീനിയർ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ജനറൽ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ഇത് ഇവിടെ ശ്രദ്ധിക്കണം, എ ജനറൽ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ n ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നതിന് ഈ ഒരു ഫോം ആയിരിക്കും. ഇവിടെയുള്ള ഓരോ f1 എന്ന് പറയണം, f2 എന്ന് പറയുന്നതും f3 എന്ന് പറയുന്നത് എക്സെട്ര അപ് ടു fn എന്ന് പറയുന്നത് ലീനിയർ ആണെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ എന്ത് പറയും? ലീനിയർ സിസ്റ്റം ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോൺ ലീനിയർ സിസ്റ്റം ആക്കിയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മളിവിടെ എന്തിനാണ് എ ജനറൽ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നതെങ്കിൽ ഇത് നമ്മൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ്. ഇനി നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം വേറെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ രണ്ടും ഡിഫറൻസ് അറിഞ്ഞ് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ജനറൽ സിസ്റ്റം ഓഫ് n ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് എന്താ പറഞ്ഞത്? സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതായത് n ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നതിന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? x1 ഡാഷ് ഇസ് ഈക്വൽ ടു p11 ഓഫ് t x1 പ്ലസ് p12 ഓഫ് t x2 എക്സെട്ര ടു p1n ഓഫ് t xn പ്ലസ് g1 ഓഫ് t എക്സെട്ര ഈ xn ഡാഷ് എന്ന് പറയുന്നത് ഇത്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു ലീനിയർ സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ അവിടെ f1 ഓഫ് t x1 x2 എക്സെട്ര അപ് ടു xn എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ f1 f2 f3 എക്സെട്ര അപ് ടു fn എന്ന് പറയുന്നതും ലീനിയർ ആണെങ്കിലായിരിക്കും ആ സിസ്റ്റം എന്ന് പറയുന്നത് ലീനിയർ ആയിട്ട് മാറുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ അത് ലീനിയർ ആവുന്ന കേസിൽ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീനിയർ ആവുന്ന കേസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മളിങ്ങനെ പറയുന്നത്. അതായത് നമ്മൾ ആ ഫസ്റ്റ് ഓർഡർ പഠിച്ച സമയത്ത് ലീനിയർ ആണെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നുള്ള കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ എന്ത് പറയുന്നത്? p11 ഓഫ് t x1 പ്ലസ്
P12 of t x2 പ്ലസ് എക്സെട്ര പ്ലസ് P1n of t xn പ്ലസ് G1 of t എന്ന് പറയുന്നത്. ഇനി അടുത്തത് എഴുതുമ്പോൾ എന്താണ് P2, അതായത് ഈ ഒരു x2ന് കറസ്പോണ്ടിങ് എല്ലാത്തിനും P2 ആയിരിക്കും. പിന്നെ P2 1 ആ ഫസ്റ്റ് 2 ഫിക്സഡ് ചെയ്യും, പിന്നെ ഇങ്ങനെ അടുത്ത ഇത് വേരി ചെയ്തുകൊണ്ടേ പോകും, അതായത് 1 2 എക്സെട്ര ടു n എന്ന് പറയുന്നത് പ്ലസ് G2 of t. എന്തിനാണ് ഇവിടെ ഈ P11 of t P12 of t എന്നിങ്ങനെ എടുത്ത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനെ നമുക്ക് ഒരു മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതണം. ഓക്കെ, അപ്പം മെട്രിക്സിൻ്റെ ഉള്ളിലുള്ള എലമെന്റ്സ് നമ്മൾ A11 A12 എക്സെട്ര ടു A1n, അതുമാതിരി A21 A22 എക്സെട്ര ടു A2n എന്നല്ല എഴുതാറ്. അപ്പം അതേമാതിരി നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ x1ൻ്റെയും x2ൻ്റെയും x3ൻ്റെ ഒക്കെ കോയിഫിഷ്യൻ്റ് എടുത്തിട്ട് നമ്മൾ കോയിഫിഷ്യൻ മെട്രിക്സ് ഫോം ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ കോയിഫിഷ്യൻ മെട്രിക്സ് ഒക്കെ എഴുതാറുണ്ടായിരുന്നു. സോ ആ ഒരു ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ P11 of t അതുമാതിരി തന്നെ P12 of t എക്സെട്ര എന്ന് പറയുന്ന ആ ഒരു ഫോമിൽ നമ്മൾ എടുത്തു പോകുന്നത് ആ ഒരു റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചത്. എന്താണ്, എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ ജനറൽ, അതായത് ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണെന്നും അതുമാതിരി തന്നെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫസ്റ്റ് ഓർഡർ ലിനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എങ്ങനെയായിരുന്നു എന്നാണ് പഠിച്ചത്. ഈ രണ്ടെണ്ണം പഠിച്ച് വെക്കുക, കാരണം വൺ വേർഡൊക്കെ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടിയും പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉള്ളവർക്ക് നോക്കിയാൽ മതി. അതായത് നമ്മൾ y ഡാഷ് ഇസ് ഈക്വൽ ടു, അതായത് y ഡാഷ് പ്ലസ് P ഓഫ് ടി y പ്ലസ് G ഓഫ് ടി ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ എഴുതാറില്ലേ. അപ്പോൾ അതിന് അതായത് ഇപ്പോൾ അവിടെ നിന്ന് നോക്കിയൊക്കെ y ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എഴുതാന്ന് വിചാരിച്ചോ, P ഓഫ് ടി ഇൻറ്റു y പ്ലസ് G ഓഫ് ടി എന്ന് എഴുതുന്ന നമ്മൾ എഴുതാറുണ്ടായിരുന്നു ഒരു ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലേ. അപ്പോൾ അതേമാതിരി നമ്മൾ ഇതിനെ എക്സ്പ്രസ് ചെയ്തതാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എണ്ണം കുറവായിരുന്നു, പക്ഷെ ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിനെ എഴുതുന്നത് എന്നുള്ളത് കൂടി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്ക് ഈ നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ഇക്വേഷനിലെ, അതായത് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എപ്പോഴാണ് ലിനിയർ ആവുക എപ്പോഴാണ് നോൺ ലിനിയർ ആവുക എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഹോമോജീനിയസ് ആവുന്നത് എപ്പോഴാണ്, നോൺ ഹോമോജീനിയസ് ആവുന്നത് എപ്പോഴാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ. അതേമാതിരി ഈ സിസ്റ്റം എന്താകണം, സിസ്റ്റം ഓഫ് ഇക്വേഷൻസും ഹോമോജീനിയസ് സിസ്റ്റം ആയിരിക്കാം, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എപ്പോഴാണ് ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ട് വരിക, എപ്പോഴാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ട് വരിക എന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ് എഴുതിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ G1 of t G2 of t എക്സെട്ര ടു Gn of t ഉണ്ടല്ലോ, ഇതൊക്കെ 0 ആയിക്കഴിഞ്ഞാൽ ഓരോന്നും G1 of t 0 ആവണം, G2 of t 0 ആവണം, അതുമാതിരി തന്നെ Gn of t എന്ന് പറയുന്നതും 0 ആവണം. അങ്ങനെ ഓരോ എണ്ണം എന്ന് പറയുന്നത് 0 ആയിട്ട് വരുന്ന കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ഈച്ച് ഓഫ് ദ ഫങ്ഷൻസ് G1 of t G2 of t എക്സെട്ര ടു Gn of t is 0 for all t, എല്ലാ ടിക്കും നമ്മൾ എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പോൾ ഒരു ഇൻ്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ആ ഒരു റീജിയൻ, അതായത് എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്ന റീജിയൻ ആ റീജിയനിലുള്ള എല്ലാ ടിക്കും എന്ന് പറയുന്നത് എന്തായിരിക്കണം, G1 of t G2 of t എക്സെട്ര ടു Gn of t എന്ന് പറയുന്നത് 0 ആയിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഹോമോജീനിയസ് സിസ്റ്റം ആയിട്ട് മാറും. അങ്ങനെ അല്ലാത്ത കേസിലാണ് നമ്മൾ എന്തായിട്ട് വരിക, നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആക്കിയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളോട് ഇനി ചോദിക്കുകയാണ് ജനറൽ ഫോം ഓഫ് എൻ ഫസ്റ്റ് ഓർഡർ ലീനിയർ ഹോമോജീനിയസ് ഇക്വേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ജനറൽ ഫോം എഴുതുമ്പോൾ ഏത് പോർഷനെ വേണ്ടുള്ളൂ, നമുക്ക് x1 ഡാഷ് ഇസ് ഈക്വൽ ടു P11 of t x1 പ്ലസ് എക്സെട്ര പ്ലസ് P1n of t xn എന്ന് പറയുന്ന ഈ പോർഷൻ വരെ, അതായത് നമുക്ക് ഇത്രയും പോർഷനെ നമുക്ക് എഴുതണ്ടുള്ളൂ. G1 of t എന്ന് പറയുന്നത് അവിടെ എന്താണ്,
0 ആണ് അല്ലേ. ഇനി അതേമാതിരി തന്നെ നമ്മളോട് ചോദിക്കുകയാണ് അതായത് n ഫസ്റ്റ് ഓർഡർ ലിനിയർ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ g കൂടി ചേർത്തിട്ട് കൂടി എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഒരു സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ പറയുകയാണ് ഈച്ച് g1 g2 എക്സെട്ര അപ് ടു gn 0 ഫോർ ആൾ t ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ സിസ്റ്റം ഹോമോജീനിയസ് ആണ്. അങ്ങനെയല്ല അല്ലെങ്കിൽ അത് നോൺ ഹോമോജീനിയസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഏതൊരു പ്രോബ്ലം ഫസ്റ്റ് ഓർഡർ ആയിക്കഴിഞ്ഞാലും സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ പഠിച്ചപ്പോഴും നമ്മൾക്ക് കുറേ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെ തന്നിട്ട് നമ്മൾ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് പറയാറുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി തന്നെ നമുക്ക് ഒരു സിസ്റ്റത്തിനും ഇനീഷ്യൽ വാല്യൂ കണ്ടീഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനെന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ അഡീഷൻ ടു എ ഗിവൺ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ there may also be given initial condition of the form. അവിടുത്തെ അതായത് നമ്മൾ y1 dash of t0 is equal to y0 എന്നൊക്കെ എടുക്കാറുണ്ട് അല്ലേ, അല്ലെങ്കിൽ y of 0 is equal to 1 അങ്ങനെയൊക്കെയുള്ള ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കാറുണ്ടായിരുന്നല്ലോ. അപ്പം അതേമാതിരി ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് സിസ്റ്റം ഓഫ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലീനിയർ ഇക്വേഷൻ, ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻ പറയുന്നത് എന്താണ്, x1 of t0 is equal to x1 naught, അതുമാതിരി തന്നെ x2 of t0 is equal to x2 of naught. അതായത് ഈ മുകളിലൊരു 0 ഇടുന്നു, അത് റെപ്രസെൻറ്റേഷൻ ആണ്, അത്രമാത്രം വിചാരിച്ചാൽ മതി. xn of t0 is equal to xn naught എന്ന് പറയുന്നത്. ഓക്കെ, where t0 is the specified value of t എന്ന് പറയുന്നത്. അതായത് t0 എന്ന് പറയുന്നത് എന്താ, നമ്മൾക്കൊരു ഏതെങ്കിലും ഒരു റീജിയനിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്തില്ല, അവിടെയുള്ള ഒരു സ്പെസിഫൈഡ് പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ചില ഓരോ ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, y of 0 is equal to 1 എന്ന് പറയുന്നതും അതേമാതിരി തന്നെ y dash of 0 is equal to 1 എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഇനീഷ്യൽ പോയിന്റ് ഏതായിരുന്നു, 0 എന്ന് പറയുന്നതായിരുന്നു. അത് ആ ഇനീഷ്യൽ പോയിന്റിനെയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, അതായത് t0 റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അതായത് നമ്മൾ പഠിച്ചിരുന്നു y of 0 is equal to 1 എന്നെടുക്കുമ്പോൾ അവിടെ 1 വരുന്നില്ലേ, അതേമാതിരി. അല്ലെങ്കിൽ y of 0 is equal to 2 അല്ലെങ്കിൽ y of 0 is equal to 15 എന്നൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. അതേമാതിരി വരുന്ന ആ 1 15 അങ്ങനെയുള്ളതിനെ റെപ്രസെന്റ് ചെയ്യുക, ആ ഒരു അതേമാതിരിയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ x1 നോട്ട് x2 നോട്ട് എക്സെട്ര അപ് ടു xn നോട്ട് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത് ഡിഫറൻഷ്യൽ, അതായത് 1 അതായത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ രണ്ട് സിസ്റ്റം ആയാലും, ഫസ്റ്റത്തെ സിസ്റ്റം ആയിക്കഴിഞ്ഞാലും സെക്കൻഡത്തെ സിസ്റ്റം ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ, അതായത് ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു കണ്ടീഷൻസ് കൂടിയും പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് ചോദിക്കുകയാണ് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ജനറൽ അതായത് ഈ സിസ്റ്റം എഴുതാനായിരിക്കും പറയാം. അപ്പോൾ n ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ വേണ്ട, അവിടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണെന്ന് പറയുന്നതായിരിക്കും. എ സിസ്റ്റം ഓഫ് n ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കണ്ടീഷൻസ് എഴുതണം. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് എന്ത് എഴുതണം, നമ്മുടെ ഈ ഒരു കണ്ടീഷൻ, അതായത് x1 of t0 is equal to x1 നോട്ട്, അതേമാതിരി ഈ കണ്ടീഷൻസ് മൊത്തം കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റം എഴുതി വയ്ക്കുക പ്ലസ് ഈ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്, അതായത് ഇത്രയും പറഞ്ഞിരിക്കുന്ന ഈ ഇനീഷ്യൽ കണ്ടീഷനും കൂടി ചേർന്ന് വന്നാലാണ് ആ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പറയുന്നത് കൺവേർഷൻ ഓഫ് എ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു എ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആക്കിയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക എന്നുള്ളതാണ് അടുത്ത സെക്ഷനിൽ പറയുന്നത്. അപ്പം എന്താണ് ഈ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? അപ്പം നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിരുന്നു അല്ലേ, എങ്ങനെ പഠിച്ചിരുന്നു, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് 3y ഡാഷ് പ്ലസ്
2y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് ഒരു ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇപ്പോൾ ഇവിടെ y ഡബിൾ ഡാഷിന് പകരം ഞാൻ y ഫോർത്ത് ഡെറിവേറ്റീവ് എന്നാണ് എടുത്തിരുന്നെങ്കിൽ അതെന്ന് പറയുന്ന ഒരു ഫോർത്ത് ഡിഗ്രി അതായത് ഫോർത്ത് ഓർഡർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. ആ ഇക്വേഷനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഓഫ് ഇക്വേഷനിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു n ഓർഡർ ഇക്വേഷൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ജനറൽ ഫോം ഓഫ് നമ്മളിതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. ഒരു ജനറൽ ഫോം ഓഫ് എ nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y nth ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു f of t y dash y double dash etc to y n minus 1th ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അല്ലേ? ഇവിടെ y എന്ന് പറയുന്നത് എന്താ? y dash എന്ന് പറയുമ്പോൾ dy by dx, y double dash എന്ന് പറയുന്നത് d square y by dx square എന്ന് പറയുന്നത്. സോറി, ഇവിടെ x square അല്ല t square ആണ്, കാരണം നമ്മുടെ ഇവിടെ എടുത്തിരിക്കുന്ന വേരിയബിൾ ഏതായിരുന്നു? t ആണ് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഒരു nth ഓർഡർ ഇക്വേഷൻ ഉണ്ട്. ഈ nth ഓർഡർ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? റെഡ്യൂസ്ഡ് ടു എ സിസ്റ്റം ഓഫ് n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ nth ഓർഡർ ഇക്വേഷൻ ആയതുകൊണ്ട്, അപ്പോൾ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര സിസ്റ്റം, അതായത് നമ്മുടെ എത്ര സിസ്റ്റം എന്താ പറയുക? ടു എ സിസ്റ്റം ഓഫ് 2 ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ തേർഡ് ഓർഡർ ആയിരുന്നെങ്കിൽ നമുക്ക് എങ്ങനെ? എ സിസ്റ്റം ഓഫ് 3 ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ, അതായത് നമ്മൾ ആ സിസ്റ്റം എഴുതുമ്പോൾ അതിൽ 3 ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഫോർത്ത് ഓർഡർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് കിട്ടണമെങ്കിൽ അതിനെ നമുക്ക് സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്തിരിക്കണം? അതായത് 4 ഇക്വേഷൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് തൊട്ട് മുന്നിൽ ഒരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. നമ്മളോട് ഇവിടെ ഫസ്റ്റ് n ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളോട് n ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ടാണ് നമുക്കിവിടെ n എണ്ണ ഉണ്ടായിരുന്നത്. സ്പെസിഫൈ ചെയ്തിട്ട് നമ്മളോട് പറയുകയാണ് ഒരു 5 എന്നോ അല്ലെങ്കിൽ 6 എന്നോ 7 എന്നൊക്കെ വരികയാണെങ്കിൽ നമ്മൾ x1 ഡാഷ് x2 ഡാഷ് എക്സെട്ര അപ് ടു x6 ഡാഷ് അല്ലെങ്കിൽ x5 ഡാഷ് അതുവരെ നമ്മൾ ആ സിസ്റ്റത്തിന് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അത്രയും കാര്യങ്ങളല്ലോ. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു nth ഓർഡർ ഇക്വേഷനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റം ആക്കി എഴുതുമ്പോൾ ആ സിസ്റ്റത്തിൽ n ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ എത്ര ഇക്വേഷൻ ഉണ്ടായിരിക്കും? 5 ഇക്വേഷൻ ഉണ്ടായിരിക്കും. 5 എ സിസ്റ്റം ഓഫ് 5 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ അങ്ങനെ അത് ഒരു സിസ്റ്റത്തിലോട്ട് അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൺവേർഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എന്താണ് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടു റെഡ്യൂസ് ടു എ സിസ്റ്റം ഓഫ് n ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ സിംപ്ലി സെറ്റിംഗ്, നമ്മൾ സെറ്റ് ചെയ്യാണ് എന്താ ചെയ്യണത്? x1 is equal to y എന്ന് എടുക്കാം. ഓക്കെ, ഇനി x2 is equal to നമ്മൾ എന്താ എടുക്കുന്നത്? y ഡാഷ്. x3 is equal to എന്താ എടുക്കുന്നത്? y ഡബിൾ ഡാഷ് എക്സെട്ര അപ് ടു xn is equal to നമ്മൾ എന്തെടുക്കുകയാണ്? xn മൈനസ് 1 എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ t-നെ കൂടെ ഒഴിവാക്കിയിട്ട് പിന്നെ y-ക്ക് പകരം x1, y ഡാഷിന് പകരം x2 എക്സെട്ര അപ് ടു xn ആയിരിക്കും ഏത്? yn മൈനസ് 1th ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എടുക്കേണ്ടത്? ആദ്യം x1 is equal to y എന്ന് എടുക്കുക, x2 is equal to y ഡാഷ് എന്ന് എടുക്കുക, x3 is equal to y ഡബിൾ ഡാഷ് എന്ന് എടുക്കുക, എക്സെട്ര xn is equal to yn മൈനസ് 1 എന്ന് നമ്മൾ എടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞ് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റമായിട്ട് ഇത് എന്തായിട്ട് മാറും? കൺവേർട്ട് ചെയ്തിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുക ചോദിച്ചു കഴിഞ്ഞാൽ x1 ഡാഷ് is equal to x2 എന്ന് പറയുന്നത്, x2 ഡാഷ് is equal to x3 എക്സെട്ര അപ് ടു xn minus 1 dash is equal to xn and xn dash is equal to നമുക്ക് എന്ത് വരും? f of t x1 x2 എക്സെട്ര അപ് ടു xn. ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇത് വന്ന് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവുക. അതായത് നമ്മുടെ ഇവിടെ xn is equal to, അതായത് xn is equal to നമുക്ക് ഇതുവരെയാണ് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? അതായത് t x1ന് പകരം അല്ല y-ക്ക് പകരം x1, y ഡാഷിന് പകരം x2 എക്സെട്ര അപ് ടു yn മൈനസ് 1th ഡെറിവേറ്റീവിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? xn കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ xn വരെ കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത
പിന്നെ y nth ഡെറിവേറ്റീവിന് നമ്മൾ എന്ത് കൊടുക്കും എക്സ് എൻ ഡാഷ് കൂടിയും കൊടുക്കും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാ അപ്പോൾ എക്സ് വൺ ഡാഷ് = x2 എന്ന് കിട്ടിയത് അല്ലേ? ഇവിടെ x1 എന്താണ് y ആണ്. അപ്പോൾ x1 ഡാഷ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും y ഡാഷ് ആയിരിക്കും അല്ലേ? ഈ y ഡാഷ് എന്ന് പറയുന്നത് എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈസ് ഈക്വൽ ടു x2 എന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് എന്ത് കിട്ടി x1 ഡാഷ് ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടിയില്ലേ? ഇനി അതേമാതിരി തന്നെ x2 ഈസ് ഈക്വൽ ടു നമ്മൾ എന്താ എടുത്തിരിക്കുന്നത് y ഡാഷ് എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ x2 ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക ചെയ്ത് വരുമ്പോൾ y ഡബിൾ ഡാഷ് എന്ന് വരും അല്ലേ? y ഡബിൾ ഡാഷ് വരുമ്പോൾ ഇവിടെ ഏതാണ് x3 വിച്ച് ഈസ് ഈക്വൽ ടു x3 എന്നല്ലേ? അപ്പോൾ നമുക്ക് x2 ഡാഷ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും x3 എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പോൾ അതുമാതിരിയാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോമിലോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ഇത്ര കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു nth ഓർഡർ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? ഈ ഒരു ഫോമിലായിരുന്നു റെപ്രസെന്റ് ചെയ്യാം. ഇനി ഇതിനെ നമ്മളെ ഒരു റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ എത്ര ഇക്വേഷൻ വേണം? നമ്മുടെ കയ്യിൽ n ഇക്വേഷൻസ് വേണം. അപ്പോൾ ആ ഓക്കെ, അത്രയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ അങ്ങനെ ഒരു n ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? x1 is equal to y എന്നും x2 is equal to y ഡാഷ് എക്സെട്രാ ടു xn is equal to yn minus 1th ഡെറിവേറ്റീവ് എന്ന് നമ്മൾ എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ n സിസ്റ്റം എന്തായിരുന്നു? ഇപ്പോൾ ഇത് ജനറൽ കേസൊക്കെ ആയിട്ട് അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ n സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമ്മളോട് വരിക? ഓക്കെ, ഇനി നമ്മളോട് ജനറലി ചോദിക്കാം എങ്ങനെയാണ് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടുന്ന് മുതൽ എവിടം വരെയാണ്? അതായത് ഒരു nth ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും എങ്ങനെയെന്ന് പറയാനുള്ള ഓക്കെ ഒരു വൺ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിവിടെ പ്രോബ്ലമാണ്. നമുക്ക് എന്താ തന്നിരിക്കണേ? നമുക്കൊരു പ്രോബ്ലം തന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുമ്പോൾ നമുക്കിവിടെ ഒരു ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഈ ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം? എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ അതാണ് ഇനി നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാണ് പ്രോബ്ലത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. റീറൈറ്റ് ദ ഫോളോയിങ് ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആസ് എ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ y fourth derivative plus 3y double dash minus sin t y dash plus 8y is equal to t square എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അല്ലേ? ഓക്കെ, അതിന് മുന്നേ പറയേണ്ട കാര്യം പ്രോബ്ലം അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആണ്. ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കിട്ടുന്ന സിസ്റ്റത്തിൽ എത്ര ഇക്വേഷൻസ് ഉണ്ടായിരിക്കും? 4 ഇക്വേഷൻസ് വേണം. അതാണ് മനസ്സിലാദ്യം ധാരണ വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഏത് വരെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ടുള്ളൂ? x1, x2, x3, x4 വരെയാണ് നമ്മൾ എഴുതി വെക്കേണ്ടുള്ളൂ. ഓക്കെ, എന്താണ് ഒരു ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഫോർത്ത് ഓർഡർ ഇക്വേഷനെ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു സിസ്റ്റം ഫോം ചെയ്യുമ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിൽ എത്ര ഇക്വേഷൻസ് വേണം? 4 ഇക്വേഷൻസ് വേണം. അപ്പോൾ നമ്മൾ ഏതിനൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? x1 is equal to y, x2 is equal to y dash, x3 is equal to y double dash, etc. up to etc. ഇല്ല, x4 is equal to y triple dash. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ വേണ്ടുള്ളൂ. അത്രയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. x1 is equal to y, x2 is equal to y dash, x3 is equal to y double dash and x4 is equal to y തേർഡ് ഡെറിവേറ്റീവ് എന്ന് എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്? x1 ഡാഷ് അല്ലേ? x1 ഡാഷ് is equal to എന്ത് വരും? y ഡാഷ് വരും. y ഡാഷ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതായത് is equal to x2 ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് വേഗം പറഞ്ഞത്. ഇതേമാതിരി x2 ഡാഷ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് y ഡബിൾ ഡാഷ് കിട്ടും. അതെന്ന് പറയുന്നത് x3 ആണ് അല്ലേ? ഇനി നമുക്ക് x3 ഡാഷ് ആണ് ചെയ്യേണ്ടത്. നമ്മുടെ x3 is equal to എന്താണ്? y ഡബിൾ ഡാഷ് ആണ് അല്ലേ? അപ്പോൾ x3 ഡാഷ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? y ട്രിപ്പിൾ ഡാഷ് വരും. ഓക്കെ, y ട്രിപ്പിൾ ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താണത്? x4 ആണ് അല്ലേ? ഇപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്ത് വിച്ച് ഈസ് ഈക്വൽ ടു x4 എന്ന് കിട്ടി. അതാണ് x3 ഡാഷ് ഇസ് ഈക്വൽ ടു x4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് y ഫോർത്ത് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് എടുക്കാം? x4 ഡാഷ്. അത് എപ്പോഴും അങ്ങനെ തന്നെ, അത് ഫിക്സ് ചെയ്യുക. ഇവിടെ ഒന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊന്നും പോകണ്ട. y ഫോർത്ത് ഡെറിവേറ്റീവ് ഈസ് ഈക്വൽ ടു x4 ഡാഷ് എന്ന് നമ്മൾ ഡയറക്റ്റ്ലി എടുത്തെഴുതും.
ഓക്കെ, അപ്പോൾ നമുക്കിനി സിസ്റ്റത്തിലേക്ക് പോകണ്ടേ അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നമ്മളിപ്പോൾ ഓരോന്നിനെടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ എഴുതിയ കാര്യങ്ങളൊക്കെ വൈയും വൈ ഡാഷും വൈ ഡബിൾ ഡാഷും വൈ ട്രിപ്പിൾ ഡാഷും വൈ ഫോർത്ത് ഡെറിവേറ്റീവ് എന്നൊക്കെ നമ്മളെടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏത് ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? നമ്മുടെ ഈ ഒരു ഗിവൺ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഗിവൺ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്ത് മാറും? വൈ ഫോർത്ത് ഡെറിവേറ്റീവിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? x4 ഡാഷ് അല്ലേ? നമ്മൾ x4 ഡാഷ് കൊടുത്തു. ഇനി നമുക്ക് പ്ലസ് 3y ഡബിൾ ഡാഷ് എന്നാണ് അല്ലേ? y ഡബിൾ ഡാഷിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മളിവിടെ എന്താ കണ്ടുവച്ചിരിക്കുന്നത്? y ഡബിൾ ഡാഷ് സീക്കോട്ട് നമുക്ക് ഇവിടെ എന്താ കിട്ടിയിട്ടുണ്ട്? x3 ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാണ്? y ഡബിൾ ഡാഷിന് പകരം 3x3 എന്ന് എഴുതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? സൈൻ ടി ഇൻറ്റു വൈ ഡാഷ്. വൈ ഡാഷിന് പകരം നമുക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കിക്കേ. ഇക്വേഷനിൽ നോക്കുമ്പോൾ വൈ ഡാഷ് ഇസ് ഈക്വൽ ടു x2 എന്നാണ് വരുന്നത്. സോ മൈനസ് സൈൻ ടി ഇൻറ്റു x2 എന്ന് പറയുന്നത് അല്ലേ? ഇനി നമുക്ക് എന്താ പറയണത്? 8y. വൈക്ക് പകരം നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്? x1 എന്ന്. സോ പ്ലസ് 8x1 ഈസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മളിതിന്ന് എന്ത് ചെയ്യാണ്? x4 ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്, അതായത് ഈ ടേംസിനൊക്കെ എവിടേക്ക് കൊണ്ടുപോവാ? RHSലോട്ട് കൊണ്ടുപോവാ. സോ x4 ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് 8x1 പ്ലസ് സൈൻ ടി x2 മൈനസ് 3x3 പ്ലസ് ടി സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അത്രയും കാര്യങ്ങൾ കിട്ടി. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത്, അതായത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. എന്തേ വരാൻ പാടുള്ളൂ? അതായത് y ഫോർത്ത് ഡെറിവേറ്റീവിന് മാത്രമാണ് x4 ഡാഷ് എന്ന് പറയുന്ന ഫോമിൽ വരാൻ പാടുള്ളൂ. ബാക്കി എല്ലാ ടേംസിനും, അതായത് വൈക്കും y ഡബിൾ ഡാഷിനും y ട്രിപ്പിൾ ഡാഷിനും ഒക്കെ നമുക്ക് ഏതേ വരാൻ പാടുള്ളൂ? x2 x3 x4 എന്നേ വരാൻ പാടുള്ളൂ. ഓക്കെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്തിട്ടാണ് പറഞ്ഞത്, അത്രയും പറയേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് നോക്കിയാൽ മതി. ഇതേ ഈ ഒരു ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടില്ലേ, ആ സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മളിവിടെ തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഇപ്പോൾ നമ്മളായിട്ടില്ല, x4 ഡാഷ് സീക്വൽറ്റി കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് എന്തുകൂടിയും ചെയ്ത് വെക്കാനുണ്ട്? സിസ്റ്റം എഴുതാനുണ്ട്. സോ നമ്മൾ സിസ്റ്റം എഴുതുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? x1 ഡാഷ് സീക്വൽ ടു അല്ലേ? എന്താ എഴുതിയത്? x1 ഡാഷ് സീക്വൽ ടു എന്ത് വേണം? x2. സോ നമ്മളെടുത്ത് എഴുതി. അതേമാതിരി തന്നെ x2 ഡാഷ് സീക്വൽ ടു എന്ത് എഴുതി? x3 എന്ന് എഴുതി. x3 ഡാഷ് സീക്വൽ ടു x4 എന്ന് എഴുതി. ദെൻ x4 ഡാഷ് ഇസ് ഈക്വൽ ടു നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നതും എടുത്തെഴുതി. സോ അതായിരുന്നു x4 ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ എടുത്തെഴുതി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ എന്ത് ചെയ്തു? തന്ന ഇക്വേഷനെ, ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു. ആ ഫോർത്ത് ഓർഡർ ഇക്വേഷനെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 4 ഇക്വേഷൻസ് കിട്ടിയില്ലേ? ഇതൊരു ഇക്വേഷൻ, ഇതൊരു ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ, ഇത് വേറൊരു ഇക്വേഷൻ, അങ്ങനെ നമുക്ക് 4 ഇക്വേഷനായിട്ട് നമുക്ക് എന്ത് ചെയ്ത് കിട്ടി. അപ്പോൾ ഇതായിരുന്നു അതിലോട്ടുള്ള കൺവേർഷൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ ഫസ്റ്റത്തെ 3 ഇക്വേഷൻ എഴുതാനായിരുന്നു നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് പറഞ്ഞത്. ഇനി നമ്മൾ ഇവിടെ ഈ x4 ഡാഷ് എഴുതുമ്പോഴേ, x4 ഡാഷ് അല്ല, നമുക്ക് ഇത്രയും എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൽ y4ന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇതിവിടെ ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. x1ന് വൈക്ക് പകരം x1 എന്ന് കൊടുക്കുക, y ഡാഷിന് പകരം x2 എന്ന് കൊടുക്കുക, y ഡബിൾ ഡാഷിന് പകരം നമ്മൾ എന്ത് കൊടുക്കാം? x3 എന്ന് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് ദ ഫോളോയിങ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആസ് എ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ നമുക്ക് എന്തേ തന്നിട്ടുണ്ടായിരുന്നല്ലോ? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ? ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് തന്നത്. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞു? അതിനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആക്കിയിട്ട് എഴുതാനേ പറഞ്ഞുള്ളൂ. അപ്പോൾ നമുക്ക് 4 ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം തന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആക്കിയിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അതാണ് പറയുന്നത് സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളോട് ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ തിയറി പോർഷൻ പറഞ്ഞ സമയത്ത് പറയുകയും ചെയ്തായിരുന്നു എങ്ങനെയാണ് നമ്മളൊരു സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് എഴുതേണ്ടത് എന്നുള്ളത് തിയറിറ്റിക്കലി നമ്മൾ പറഞ്ഞിരുന്നു. ഇനി അതെങ്ങനെയാണ് ഒരു പ്രോബ്ലത്തിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്ക് തന്നിട്ടുള്ളത്. 2y ഡബിൾ ഡാഷ് മൈനസ് 5y ഡാഷ് പ്ലസ് y is equal to 0 എന്ന് പറയുന്നതും y of 3 is equal to 6 and y dash of 3 is equal to -1 എന്ന് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് y of 3 is equal to 6 എന്നും y dash of 3 is equal to -1 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ നമ്മളിവിടെ എന്താ ആലോചിക്കുക, നമുക്ക് എന്തേ വേണ്ടുള്ളൂ, ഇത് ഏത് ഓർഡറാണ്, ഇക്വേഷൻ്റെ ഓർഡർ ഏതാ നോക്കുക, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ എത്ര ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, നമുക്ക് 2 ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. എത്ര ഇക്വേഷൻസ് ഉണ്ടാവുക, 2 ഇക്വേഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാം. പിന്നെ എന്താ ഒരു കാര്യം കൊണ്ട്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കേണ്ടത്, x1 = y ആൻഡ് x2 = y ഡാഷ്, അത്രയും മാത്രമേ നമുക്ക് എടുക്കേണ്ടുള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ നമുക്ക് എവിടെ നിന്ന് കിട്ടണം, ഒരു ഇക്വേഷൻ കാണുമ്പോൾ കിട്ടണം. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രാ കണ്ടീഷൻ ഉള്ളത് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ആണ്. അതിപ്പോൾ ഇവിടെ തൽക്കാലം നിൽക്കട്ടെ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്തോടെ. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് x1 = y, അതായത് ഇവിടെ x1' എന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ x1 = y ആൻഡ് x2 = y ഡാഷ് എന്ന് നമ്മൾ എടുത്തു അല്ലേ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ x1' x1 = y അല്ലേ. അപ്പോൾ x1' എന്ന് പറയുമ്പോൾ എന്ത് വരും, y ഡാഷ് എന്ന് വരും. ആ y ഡാഷ് എന്ന് പറയുന്നത് ഏതാണ്, x2 ആണ്. സോ x1' = y ഡാഷ് = x2 എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒറ്റ കാര്യം ചെയ്യാൻ, അത്രേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റ് സെക്കൻഡ്, അതായത് x2' = y ഡബിൾ ഡാഷ് എന്ന് നമുക്ക് എഴുതാം. അടുത്തത് എന്താ നമ്മൾ എഴുതേണ്ടത്, x2' = y ഡബിൾ ഡാഷ് എന്ന് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറയണുള്ളൂ. അതായത് ഈ ഹയസ്റ്റ് പവർ വരുന്നത്, ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, y ഡബിൾ ഡാഷ് ഇതിലെ ഹയസ്റ്റ് പവർ ആണ്. അതിന് ഡയറക്റ്റ്ലി നമുക്ക് എന്ത് എഴുതാം, x2' എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, തൊട്ട് മുകളിലത്തെ പ്രോബ്ലം ഒന്നുകൂടി പറഞ്ഞത് നോക്കിക്കേ. ഇവിടെ y4' അതിന് നമുക്ക് വേറെ ഒന്നും വരാനില്ല. y4' x4' എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, y 4th ഡെറിവേറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ 4 ആണ്. ഇപ്പോൾ x4' എന്ന് പറയുന്നത്. അതേമാതിരി ഇവിടെ y ഡബിൾ ഡാഷ് ആയിരുന്നു. അപ്പോൾ y ഡബിൾ ഡാഷിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്തൊരു y⁴ എന്ന് പറയുന്ന ഫോമിൽ അല്ലേ. അപ്പോൾ x2 കൊടുക്കുക, പിന്നെ ഒരു ഡാഷ് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇത്രയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ കിട്ടിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, y ഡബിൾ ഡാഷിന് പകരം നമുക്ക് എന്താ എഴുതാൻ പറ്റുക, y2 ഇൻറ്റു y ഡബിൾ ഡാഷിന് പകരം നമ്മളിപ്പോൾ എന്താ എടുക്കുക എന്നാ പറഞ്ഞത്, x2' എന്ന് പറഞ്ഞത് അല്ലേ. ദെൻ -5 ഇൻറ്റു y ഡാഷിന് പകരം എന്താ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്, x2 എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. പ്ലസ് yക്ക് പകരം നമ്മൾ എന്താ കൊടുത്തിരിക്കുന്നത്, x1 = 0 എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക, 2x2' ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനൊക്കെ എന്ത് കൊണ്ടുപോകുക, RHSലോട്ട് കൊണ്ടുപോകാം. ദെൻ നമുക്ക് x2 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇൻറ്റു 2നെ നമ്മൾ എന്ത് ചെയ്യാണ്, RHSലോട്ട് കൊണ്ടുപോകുമ്പോൾ /2 വരും. സോ x2' നമുക്ക് എന്ത് കിട്ടും, -1/2. ഓക്കെ, ഇവിടെയാണ് വരിക, കാരണം ഞാനത് കൺവേർട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആക്കി എഴുതിയല്ലോ. അതുകൊണ്ട് -1/2 x1 + 5/2 x2 എന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് എന്താ കിട്ടിയത്, x2' = -1/2 x1 + 5/2 x2 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് 2 സിസ്റ്റം, അതായത് നമുക്ക് ഈ ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് 2 ഇക്വേഷനാണ് വേണ്ടത് അല്ലേ. സിസ്റ്റത്തിൽ എത്ര ഇടണം, 2 ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടിയല്ലേ x1' = x2 എന്ന് പറയുന്നത്. അതുമാതിരി തന്നെ x2' = -1/2 x1 + 5/2 x2. ഇപ്പം നമ്മൾ സിസ്റ്റം ഫോം ചെയ്തിട്ട് അവിടെ വെച്ചു. നമുക്ക് എന്തുകൂടി വേണം, ടുഗദർ വിത്ത് എൻ ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി ആയിക്കഴിഞ്ഞാലാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുണ്ടായിരുന്നു അല്ലേ. അപ്പം നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് തന്നിട്ടുള്ളത് ഏതിലായിരുന്നു, y-ലാണ് അല്ലേ. ആയിട്ടാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് x1ലും x2ലൊക്കെ ഉള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് ആക്കിയിട്ട് മാറ്റണം. അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ നോക്കിക്കേ, x1 = x1 of t = y of t. അതിനാണ് നമ്മളിവിടെ x1 of t എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഇനീഷ്യൽ കണ്ടീഷൻ പറയുമ്പോൾ നമുക്ക് അങ്ങനെയല്ല തന്നിരിക്കുന്നത്, y of 3 = എന്നല്ല. അപ്പം x1 of 3 എന്ന് പറയുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ എടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നമുക്ക് എങ്ങനെ തന്നെ എടുത്താൽ മതി, x1 = y1 എന്ന് തന്നെ എടുത്താൽ മതി. പക്ഷെ ശരിക്കും അവിടെ മീൻ ചെയ്യുന്നത് എന്താണ്, x1 of t = y1 of t എന്നതാണ്. അത് നമുക്ക് എവിടെ ആവശ്യം വരുന്നത്, ഇനീഷ്യൽ കണ്ടീഷൻസ് അതായത് ആ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് പറയുമ്പോഴേക്കാണ് നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ കയ്യിൽ എന്തുണ്ട്, x1 of t = y1 of t എന്നുണ്ട്. അപ്പം ഈ y1 of 3 സോറി പറഞ്ഞാല് x1 of t = y of t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ എന്തുണ്ട്, y of 3 = 6 എന്ന് പറയുന്നുണ്ട്. എന്താ ഉള്ളത്, y of
3 is equal to 6 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കേ, y of 3, ഈ y of 3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? x1 of 3 എന്ന് എഴുതിക്കോടെ അല്ലേ? പിന്നെ ഈ y of 3 is equal to നമുക്ക് എന്താണെന്നും ഇവിടെ അറിയാം, 6 ആണ്. കാരണം എന്താ, ഇതിലാണ് കൊടുത്തത്. അതായത് ഈ x1 of t is equal to y of t ആണ്. ആ ടിക്ക് പകരം നമ്മൾ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് ഒരു വാല്യൂ കൊടുക്കുകയാണ്, 3 എന്ന് കൊടുക്കുകയാണ്. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? x1 of 3 is equal to y of 3 എന്നായിട്ട് മാറും. y of 3 നമുക്ക് എന്താണെന്ന് അറിയാം, 6 ആണെന്ന് അറിയാം. സോ നമുക്ക് അതിന് കിട്ടും x1 of 3 is equal to എന്ത് കിട്ടി? 6 എന്ന് കിട്ടി. സോ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് കിട്ടി, x1 of 3 is equal to 6. കഴിഞ്ഞോ? ഇല്ല. ഇത് നമുക്ക് എന്താണ്, സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആയിരുന്നു. രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമ്മളൊരു ഒരു സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. ആ രണ്ട് ഇക്വേഷൻസിനും കറസ്പോണ്ടിങ് ആയി രണ്ട് ഇക്വേഷനാണ്. അപ്പോൾ രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവണം അവിടെ. ഇനി അടുത്ത കാര്യം നമുക്കിവിടെ എന്താണ്, x2 of t is equal to നമ്മൾ എന്താണ്, y dash of t അല്ലേ? ആ ടിക്ക് പകരം നമ്മൾ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അപ്പോൾ എന്താ വരിക? ഇങ്ങനെ വരും, y dash of 3 is equal to x2 of 3 എന്ന് കിട്ടും അല്ലേ? അതേ ഈക്വൽ ടു y dash of 3 is equal to എന്താണ്, -1 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? x2 of 3 is equal to -1 കിട്ടി. അതായിരുന്നു നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ആയോ? ഇല്ല, നമ്മളിത് എടുത്ത് എഴുതണം, അറേഞ്ച് ചെയ്ത് എഴുതണം, നമ്മൾ ആ സിസ്റ്റം ആക്കിയിട്ട് തന്നെ എഴുതണം. അപ്പോഴാണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയുള്ളൂ. ഇപ്പോൾ ഈ സിസ്റ്റം ആയിട്ട് എഴുതുമ്പോൾ എന്താണ്, നമ്മൾ x1 dash is equal to x2 എന്നും അതുമാതിരി തന്നെ x2 dash is equal to this term എന്നാണ്. സോ അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതി. ടുഗദർ വിത്ത് ദ ഇനീഷ്യൽ കണ്ടീഷൻ. എന്തായിരുന്നു നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ? x1 of 3 is equal to 6 എന്ന് പറയുന്നതും അതുമാതിരി തന്നെ x2 of 3 is equal to -1 എന്ന് പറയുന്നതും. ഓക്കെ, അപ്പോൾ അത് രണ്ടുമായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ നമ്മൾ തന്നു. ആ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ ഒരു സിസ്റ്റം ആക്കി കൺവേർട്ട് ചെയ്തു. അതിനെ സിസ്റ്റം ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ എന്താ കൺസിഡർ ചെയ്യണേ? ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആയിരുന്നു നമുക്ക് തന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിനും എന്തെന്നെ ഉണ്ടായിരിക്കണം? ഒരു ഇനീഷ്യൽ വാല്യൂ സിസ്റ്റം ആക്കിയിട്ട് തന്നെ എഴുതണം. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻസിനെ മാറ്റിയിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തിലുള്ള ഇനീഷ്യൽ കണ്ടീഷൻസ് കൂടി ചെയ്യണം. ഓക്കെ, ഇനി അടുത്തൊരു പ്രോബ്ലം. ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സിസ്റ്റമാണ്. തിരിച്ചാണ് നമ്മളിപ്പോൾ ഇതുവരെ എന്താ ചെയ്തത്? അതായത് തന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ, ഒരു ഹയർ ഓർഡർ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ സിസ്റ്റം ആക്കിയിട്ടാണ് മാറ്റിയത്. പക്ഷേ ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് സിസ്റ്റമാണ് തന്നിട്ടുള്ളത്. സിസ്റ്റം തന്നിട്ട് നമ്മളോട് അതിനെ എന്താക്കിയിട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചൊക്കെ എന്താ പറയണത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ഫോം ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടു എ സിംഗിൾ ഇക്വേഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനെ നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റണം. അതായത് ഒരു സിംഗിൾ ഇക്വേഷൻ ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ x1ഉം അതായത് ആ കണ്ടീഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ സിസ്റ്റവും തന്നിട്ടുണ്ട്, അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസും തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഒരു സെക്കൻഡ് സിസ്റ്റം ഓഫ് ടു ലീനിയർ ഇക്വേഷൻസ്. ശരിയായില്ല, ഒരു മിനിറ്റ്, ഇപ്പോൾ ശരിയാവും. ആസ് എ സിസ്റ്റം ഓഫ് ഫസ്റ്റ് ഓർഡർ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. ഓക്കെ, അതാണ് നമുക്ക് തന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ എത്ര ഇക്വേഷൻ ഉണ്ട്? രണ്ട് ഇക്വേഷൻസും ഉണ്ട്. ഓക്കെ, അത്രയേ പറഞ്ഞത്. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ആൾസോ ഫൈൻഡ് x1 x2 എന്ന് പറയുന്നതാണ് വിച്ച് സാറ്റിസ്ഫൈങ് ദ ഇനീഷ്യൽ കണ്ടീഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു സിസ്റ്റം തന്നു. ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇനീഷ്യൽ കണ്ടീഷൻസ്, സിസ്റ്റം വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സിംഗിൾ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യണം. ആ സിംഗിൾ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്തതിന് ശേഷം x1ൻ്റെയും x2ൻ്റെ x1ഉം x2ഉം എന്താണെന്ന് കണ്ടുപിടിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് തന്നിട്ടുണ്ട്, എന്താ തന്നിട്ടുള്ളത്? രണ്ട് ഇക്വേഷൻസ് ആക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം x1 dash is equal to 3x1 minus 2x2 എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അതുമാതിരി തന്നെ x2 dash is equal to 2x1 minus 2x2 എന്നുകൂടി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത്
ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് ഇവിടുന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ x2 = എന്താണെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ x2 ഈ ഒരു ടേം ഇവിടെ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ 3x1 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായിട്ട് മാറും? x1 - -3x1 = -2x2 എന്ന് വന്നു അല്ലേ. ഇനി നമ്മൾ x2 കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ആ -2 കൊണ്ട് ഇപ്പുറത്തേക്ക് മറ്റേ സൈഡിലോട്ട് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യാം. സോ x2 = നമുക്ക് എന്ത് കിട്ടും? -1/2 x1 + 3/2 x1 എന്ന് കിട്ടും. ഇനി അതേമാതിരി ഇപ്പോൾ x2 കിട്ടിയല്ലോ, ഈ x2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എന്ത് ചെയ്യാണ്? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? x2 = -1/2 x1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x1 പ്ലസ് 3/2 x1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് രണ്ട് ഇക്വേഷൻ, അതായത് രണ്ട് ഇക്വേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ സിസ്റ്റത്തിൽ. അതിൽ ഫസ്റ്റത്തെ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ x2 = എന്താണെന്ന് എഴുതി x2 എന്ന് പറയുന്നതും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ x2യും x2 എന്ന് പറയുന്നതും ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഏത് ഇക്വേഷനിൽ? നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റ് ഇക്വേഷനാണ് കൺസിഡർ ചെയ്തത്. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമ്മൾ x2 = എന്താണെന്ന് എഴുതി വെച്ചു. അതിനുശേഷം x2 കണ്ടുപിടിച്ചു. ഇനി ആ കിട്ടിയ x2 എന്ന് പറയുന്നതും x2 എന്ന് പറയുന്നതും ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും? x2 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? -1/2 x1 + 3/2 x1 എന്ന് കൊടുത്തു. ദെൻ 2x1 അങ്ങനെ തന്നെ നിർത്തി. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? -2x2 എന്നാണ്. അതിൽ x2 പകരം നമ്മൾ വീണ്ടും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക? -1/2 x1 + 3/2 x1 എന്ന് നമ്മൾ അവിടെ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ ഇക്വേഷൻ അപ്പോൾ എന്തായിട്ട് മാറി? ഈ ഒരു ഫോമിൽ നമ്മൾ ഇക്വേഷൻ മാറി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? x1 അതായത് -1/2 x1 അതങ്ങനെ തന്നെ നിർത്തി. ദെൻ നമുക്കിവിടെ x1 ഇവിടെ ഒരു 3/2 x1 ഇവിടെ ഒരു x1 ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും? 3/2 x1 മൈനസ് എന്ത് വരും? x1 എന്ന് വരും. സോ അത് എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1/2 x1 എന്ന് വരും. അതായിരുന്നു ഇവിടെ 1/2 x1 എന്നുണ്ടായിരുന്നത്. ദെൻ നമുക്കിവിടെ എന്തുണ്ടായിരുന്നു? ഇവിടെ 2x1 എന്ന് പറയുന്നതും ഇവിടെ -3x1 കൂടി ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും? 2x1 - 3x1 എന്ന് പറയുമ്പോൾ -x1. ആ -x1 നമ്മൾ ഇങ്ങോട്ട് RHSലോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് വരും? +x1 = 0 എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് ആയിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ ത്രൂ ഔട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? x1 - x1 - 2x1 = 0 എന്ന് വന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ശ്രദ്ധിച്ചേ. ഈ ഇക്വേഷൻ ഏത് ഫോമിലാണ് ഉള്ളത്? ഈ ഇക്വേഷൻ്റെ ഓർഡർ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ് അല്ലേ. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് അതായത് ഏതിലാണ്? നമ്മളിപ്പോൾ y + y. ഇപ്പം ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു വിചാരിച്ചോ? y -y' -2y = 0. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നല്ല പരിചയമുണ്ട് അല്ലേ. ഏതാ ഇക്വേഷൻ? അതായത് ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ്. പക്ഷെ ഇവിടെ വൈക്ക് പകരം എന്തേ ഉള്ളൂ? x1 ആക്കിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുക? നമ്മളിതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി നമ്മൾ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് നമുക്ക് ഡിഫറെൻറ്റ് റൂട്ട് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതണം, കോംപ്ലക്സ് റൂട്ട് ആണെങ്കിൽ എങ്ങനെ സൊല്യൂഷൻ എഴുതണം, ഈക്വൽ റൂട്ട് ആണെങ്കിൽ എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? m² - m - 2 = 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒരുപാട് കേസിൽ ഫാക്ടറൈസ് ചെയ്യാൻ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒന്നല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? b² - 4ac വെച്ചിട്ട് m1ൻ്റെയും m2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ m = 2 എന്ന് പറയുന്നതും അതുമാതിരി തന്നെ m = -1 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് കിട്ടി. ഓക്കെ, ഏതൊക്കെ കിട്ടുന്നത്? നമുക്ക് m = 2 എന്ന് പറയുന്നതും അതേമാതിരി തന്നെ m = -1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടി.
അതിന് കിട്ടുമ്പോൾ നമുക്ക് ടു ഡിസ്റ്റിങ്ക്റ്റ് റൂട്ടാണ്. ടു ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് ആകുമ്പോൾ നമ്മൾ സൊല്യൂഷൻ എങ്ങനെയാണ് പഠിച്ചിരുന്നത്? C1 e പവർ m1t പ്ലസ് C2 e പവർ m2t എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ m1 എന്തായിരുന്നു? 2 എന്ന് പറയുന്നത്, m2 എന്ന് പറയുന്നത് -1. സോ നമുക്ക് ഇവിടെ എന്താണ്? y is equal to അല്ലാട്ടോ ഏതുണ്ട്? നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ ഏതിലായിരുന്നു? x1 ആയിരുന്നു. അപ്പോൾ നമ്മൾ x1 is equal to നമുക്ക് എന്ത് കിട്ടി? C1 e പവർ 2t പ്ലസ് C2 e പവർ -t എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x1 കിട്ടിയില്ലേ? അപ്പം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ തന്നിരിക്കുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ട് നമ്മളോടൊരു ഒരൊറ്റ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു അല്ലേ. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ആ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ഒരു സിംഗിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പിന്നെയും പറഞ്ഞിരുന്നു അല്ലേ, x1ഉം x2ഉം കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ നമ്മൾ അതിലുള്ള x1 ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ x1' കണ്ടുപിടിക്കാം. അതായത് ഓക്കെ, ഇവിടെ നമ്മൾ x1 is equal to C1 e പവർ 2t പ്ലസ് C2 e പവർ -t എന്നുണ്ടായിരുന്നു. x1' is equal to നമുക്ക് എന്താണ്? 2C1 e പവർ 2t മൈനസ് C2 e പവർ -t എന്നുണ്ടായിരുന്നു. സോ നമ്മൾ സോറി ഒരു മിനിറ്റ്, ഈ x1നെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. അപ്പോഴാണ് നമുക്ക് x1' is equal to കിട്ടുന്നത്. അപ്പോൾ എങ്ങനെ കിട്ടുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയില്ലേ? അതായത് x1' ചെയ്യുമ്പോൾ ഫസ്റ്റ് C1 വരും, പിന്നെ e പവർ 2tനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2. അതേമാതിരി തന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരിക പ്ലസ് C2 e പവർ -tൻ്റെ ഒരു മൈനസ് വരുമ്പോൾ -1 ഇൻറ്റു -1 വരും. സോ അങ്ങനെയാണ് x1' is equal to 2C1 e പവർ 2t മൈനസ് C2 e പവർ -t എന്ന് നമുക്ക് കിട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ എന്ത് കിട്ടി? x1ഉം കിട്ടി, x1' കിട്ടി. അപ്പോൾ ഈ x1നെയും x2' നമ്മൾ എവിടെ കൊണ്ടിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? x2ൽ കൊണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്? x2 ഈസ് ഈക്വൽ ടു നമ്മളിവിടെ ഫസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു x2 is equal to -1/2 x1' പ്ലസ് 3/2 x1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ x1 ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന x1 എന്ന് പറയുന്നതും x1' എന്ന് പറയുന്നതും എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് x2 is equal to ഓക്കെ, x2 is equal to -1/2 ഇൻറ്റു x1ൻ്റെ വാല്യൂ ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതേമാതിരി തന്നെ x2' എന്ന് പറയുന്നത് x1' എന്ന് പറയുന്നത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് x2 എന്ന് പറയുന്നത് is equal to എന്ത് കിട്ടി? അതായത് ഒന്നുമില്ല, e പവർ 2tൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, e പവർ -tൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതുക, എന്നിട്ടൊക്കെ പാടെ ആഡ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുന്ന സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് x2 is equal to 1/2 C1 e പവർ 2t പ്ലസ് 2 C2 e പവർ -t എന്ന് കിട്ടും. ഓക്കെ, കഴിഞ്ഞോ? ഇല്ല, നമ്മളോട് ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളൂ? നമുക്ക് x1ഉം കിട്ടി, x2 കിട്ടി. നമുക്ക് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി എന്തുകൂടി കണ്ടുപിടിക്കണം? ഈ C1ൻ്റെ വാല്യൂവും C2ൻ്റെ വാല്യൂ ഒക്കെ നമുക്ക് കണ്ടുപിടിച്ച് തിരിച്ച് ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് എന്ന് പറയുന്നത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ എന്ത് ചെയ്യുള്ളൂ? ഈ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഗിവൺ ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നത്? x1 of 3 is equal to 3 എന്ന് പറയുന്നതും x1 of 0 is equal to 3 and x2 of 0 is equal to 1/2 എന്ന് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ x1 ഇവിടെ എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? x1 is equal to C1 e പവർ 2t പ്ലസ് C2 e പവർ -t എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ x1 of 0 എന്ന് പറയുമ്പോൾ എന്ത് വരും? C1 e പവർ 0 എന്ന് പറയുമ്പോൾ 1 അല്ലേ, പ്ലസ് C2 ഇൻറ്റു e പവർ -0 എന്ന് പറയുമ്പോഴും എന്ത് തന്നെ 1 ആണ്. അപ്പോൾ C1 പ്ലസ് C2 എന്ന് കിട്ടി, വിച്ച് ഇസ് ഈക്വൽ ടു x1 of 0 is equal to 3 എന്നായിരുന്നു. അപ്പോൾ C1 പ്ലസ് C2 is equal to 3 എന്ന് നമുക്ക് കിട്ടി. ഇതേമാതിരി നമുക്ക് x2 of 0 is equal to 1/2 ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? x2 of 0 is equal to എന്ത് വരും? 1/2 C1 e പവർ 0 വരും. ഇപ്പോൾ 1/2 C1 പ്ലസ് 2C2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരാൻ പറ്റും? 1/2. അങ്ങനെ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഫോം ചെയ്തു. എന്താ ചെയ്തത്? C1 പ്ലസ് C2 is equal to 3 എന്ന് പറയുന്നതും 1/2 C1 പ്ലസ് 2C2 is equal to 1/2 എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? C1 പ്ലസ് 4C2 ഈസ് ഈക്വൽ ടു 2 എന്നും, പിന്നെ ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ C1 പ്ലസ് C2. ഇപ്പോൾ നമ്മൾ C2 is equal to 3 ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് വരും?
3C1 അപ്പോൾ ഇനി നമ്മളത് സോൾവ് ചെയ്യാം. ഒരു മിനിറ്റ്. C1 കൂടിയും ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ 3 ഓക്കെ, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് ഇവിടെ 1 ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, അപ്പോൾ C1 കൂടി ക്യാൻസൽ ചെയ്ത് പോവും. 4C2 - C2 എന്ന് പറയുമ്പോൾ 3C2 വിച്ച് ഈസ് ഈക്വൽ ടു 1 - 3. 1 - 3 എന്ന് പറയുമ്പോൾ -2 വരും. സോ C2 is equal to എന്ത് വരും? -2/3 എന്ന് കിട്ടും. സോ നമുക്ക് C2 is equal to -2/3 എന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ C2 is equal to -2/3 എന്ന് കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ C1 is equal to 11/3 എന്ന് കിട്ടും. സോ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്? x1 നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിരുന്ന x1 is equal to C1 e⁻2t C2 e⁻−t. അതിൽ ഇപ്പോൾ കിട്ടിയ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതുമാതിരി തന്നെ x2 is equal to this. ഇതിലും C1ൻ്റെയും C2ൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫൈനലൈസ് ചെയ്ത് ആൻസർ എഴുതുക. സോ നമുക്ക് എന്ത് കിട്ടും? x1 is equal to 11/3 e⁻2t - 2/3 e⁻−t എന്ന് കിട്ടും. സിമിലർലി x2 is equal to കിട്ടും. ഓക്കെ, അപ്പോൾ എന്താ ഈ പ്രോബ്ലം ചെയ്തതെന്ന് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു തരാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവും. നമ്മൾക്ക് ഒരു സിസ്റ്റം തന്നിരുന്നു. സിസ്റ്റത്തിൽ 2 ഇക്വേഷനും ഉണ്ട്, പിന്നെ ഇനീഷ്യൽ കണ്ടീഷൻ തന്നെ. അപ്പോൾ ആ സിസ്റ്റത്തിനെ നമ്മളൊരു സിംഗിൾ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതണം. അതായത് സാധാരണ നമുക്ക് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് സിസ്റ്റം ഫോം ചെയ്യാനായിരുന്നു പറയാറ്. ഇവിടെ നേരെ തിരിച്ചായിരുന്നു. സിസ്റ്റം തന്നിട്ട് നമുക്ക് അതിലോട്ടൊരു ഇക്വേഷൻ ഫോം ചെയ്യാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തത്, നമുക്ക് 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ x2 കണ്ടുപിടിച്ച് x2' കൂടിയും കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ ഇക്വേഷനിൽ കൊടുന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് x1ലുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതായിരുന്നു നമുക്ക് ഈ 2 സിസ്റ്റം കൂടി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സിംഗിൾ ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇക്വേഷൻ കൂടി സിസ്റ്റത്തിൽ നിന്ന് നമ്മളൊരു സിംഗിൾ ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ സിംഗിൾ ഇക്വേഷൻ ആയിരുന്നു ഈ ഒരു ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് വേരിയബിൾ x1 ആക്കി ചൂസ് ചെയ്തു എന്ന് തന്നെയുള്ളൂ. നമുക്കിത് y എന്ന് പറയുന്ന രീതിയിൽ നോക്കിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ പരിചയപ്പെട്ടത് കൊണ്ടാണ് നിങ്ങൾക്കത് അവിടെ അനലൈസ് ചെയ്യാൻ ചിലപ്പോൾ ഒരു കുഞ്ഞു ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. അതെന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ആയിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ സോൾവ് ചെയ്തെടുക്കുക. അങ്ങനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ x1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ x1ഉം x1' കൂടിയും സബ്സ്റ്റിറ്റ്യൂട്ട് കണ്ടുപിടിക്കുക. അതെന്ന് പറയുന്നത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് x2ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് x1ഉം കിട്ടി, x2 കിട്ടി. നമ്മളോട് x1 x2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്ലസ് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുന്നു. തിരിച്ച് നമ്മൾ വീണ്ടും x1ലും x2ലും C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലം ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.